ഹലോ കൂട്ടുകാരെ, നമുക്കൊരു നല്ലൊരു ചെമ്മീൻ ബിരിയാണി ആയാലോ? മീനൊക്കെ വില കൂടുതലാണ്, എന്നാലും നമുക്കൊരു ചെമ്മീൻ ബിരിയാണി നോക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സബോള അരിഞ്ഞ് ഒരു 2 സബോള എടുത്ത് അരിഞ്ഞ് ഒന്ന് നന്നായി വറുത്തെടുക്കുക. ഗോൾഡൻ പരുവാകുമ്പോൾ അതെടുത്ത് മാറ്റി വയ്ക്കുക. ഇത് നല്ലൊരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ. 750 ഗ്രാം ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സബോള ഏകദേശം ആയിട്ടുണ്ട്. സബോള എടുത്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് ചെമ്മീൻ നന്നായി എന്ന് പറഞ്ഞാൽ മീഡിയം ഒരു 60-70% വറുത്തെടുക്കുക. ഇപ്പോൾ ഇതിൽ 2 സ്റ്റെപ്പായിട്ടാണ് ചെമ്മീൻ ഇടാൻ വേണ്ടി പറ്റുള്ളത്. അപ്പോൾ 2 സ്റ്റെപ്പായിട്ട് അത് വറുത്തെടുത്ത് അതിനുശേഷം അത് നന്നായി റോസ്റ്റ് ചെയ്യണം. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യങ്ങൾ. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ താഴെ വേണം. നല്ലതായാലും ചീത്തയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോ വീഡിയോസിൻ്റെ താഴെയും രേഖപ്പെടുത്തേണ്ടതാണ്. ഈ വീഡിയോ ഒരു അല്പം കൂടുതലാണ്, എന്നിരുന്നാലും ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചെമ്മീനൊക്കെ വറുത്തെടുത്തു. അപ്പം അതിനുശേഷം കുറച്ച് ഭാഗം സ്കിപ്പായിപ്പോയി. കാരണം എന്താ വെച്ചാൽ ചെറുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറുള്ളി നമ്മൾ ഒരു 200 ഗ്രാമോളം ചെറുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനായിട്ട്. ചെറുള്ളി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുശേഷം സബോള ചേർത്ത് കൊടുക്കുക. മീനൊക്കെ നല്ല വിലയാണ്, എന്നാലും ചെമ്മീൻ അത്ര കണ്ട വിലയില്ല. ഒരു 300-360 രൂപയാണ് ഇപ്പോൾ കിലോന് ചെമ്മീൻ വരുന്നത്. സബോള ഇട്ട് നന്നായി വഴറ്റുക. ഞാൻ ഇതിൽ അരി ബിരിയാണിക്ക് വേണ്ടി എടുത്തിട്ടുള്ള അരി ചെറിയ അരിയാണ്, വലിയ അരിയല്ല. ജീരകശാല പോലത്തെ ചെറിയ തരം അരിയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഉപ്പ് ഇട്ടു. അതിനുശേഷം പച്ചമുളക്, വേപ്പില നന്നായി മിക്സ് ചെയ്യുക. നന്നായി വഴറ്റി വരുമ്പോൾ നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇത് മല്ലിയിലയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. മല്ലിയുടെ തണ്ടുകളില്ലേ, എപ്പോഴും നമ്മൾ കറി വയ്ക്കുമ്പോൾ ചിക്കനായാലും ബീഫായാലും നമ്മൾ ഇതിപ്പോൾ ചെമ്മീൻ റോസ്റ്റായാണ് ഒരു ഗരം മസാല ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിൽ മല്ലി ഇപ്പോൾ നമ്മൾ പച്ചയിൽ ചേർക്കുന്നത്. കാരണം മല്ലി അരിഞ്ഞ് വരുമ്പോൾ തണ്ടൊക്കെ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ അതൊക്കെ അതിൽ വേകുമ്പോൾ അലിഞ്ഞ് നല്ല ടേസ്റ്റായി മാറും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 സ്പൂണ്. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എരിവ് അധികം ആവശ്യമില്ല, എന്നുകൊണ്ട് അതിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിക്ക് നല്ല വിലയാണ്. 100 ഗ്രാം ഇൻസ്റ്റൻ്റ് പാക്കറ്റ് കിട്ടണമെങ്കിൽ ഇപ്പോൾ 84 രൂപയോളം കൊടുക്കണം 100 ഗ്രാമിന്. ഗരം മസാലപ്പൊടി, അല്പം ഗരം മസാലപ്പൊടി ചേർക്കുക. ഒരുപാടില്ല, 1/2 സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് തക്കാളി കുറച്ച് ചേർക്കണം. ചെറുതായി അരിഞ്ഞ തക്കാളി നന്നായി ചേർക്കുക. ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക. ഒന്ന് വഴണ്ടി വരണം നന്നായിട്ട്. മൂടി വെച്ച് ഒന്ന് വേവിക്കുക. നന്നായി തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ആവാൻ വേണ്ടി വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ തക്കാളി ഒന്നുകൂടി ആയി കിട്ടും നമുക്ക്. ഇനി മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം
ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. നമ്മൾ ബിരിയാണിക്ക് കുറച്ച് മസാല വേണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമുക്കൊക്കെ എല്ലാവർക്കും മസാല ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എന്നാലും മസാല കുറച്ച് വേണം. അപ്പോൾ കുറച്ച് മസാല ചേർത്താൽ നമ്മൾ ലെയറായിട്ട് ദം ചെയ്യാനല്ലേ പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മസാല അതിൽ വേണം. അങ്ങനെ മൂടി വെച്ച് നോക്കുക. ഏകദേശം വറവായതുകൊണ്ട് ഓൾറെഡി വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അത് നോക്കി നന്നായി മിക്സായി ഏകദേശം റോസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അതിൽ കുറച്ച് മല്ലിയിലിട്ട് ചെമ്മീൻ്റെ റോസ്റ്റ് ഇപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം അരി തിളപ്പിക്കാനായിട്ട്. നമ്മൾ ഉപയോഗിച്ചുള്ള 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ സ്പൈസസും ഉപ്പും ചേർത്ത് വെള്ളം തിളപ്പിച്ച് അത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്ത് തിളച്ച് വരുമ്പോൾ അരി ആഡ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് ചെറിയ മണി അരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ വലിയ ഇൻഡഗേറ്റോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വിപണിയിലുണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ളത് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ലെയറായിട്ട് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ലെയർ ചോറിട്ട് ഇപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഇട്ടു. വീണ്ടും ഒരു ലെയർ ചോറിടണം. അതിന് മുമ്പായിട്ട് ഇതിൽ കുറച്ച് നമ്മൾ മല്ലിയില, പുതിന, അതുപോലെ തന്നെ സബോള വറുത്തത്, ഇതിൽ പണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ മുന്തിരി, ഇതൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇത് ആർക്കും ഇവിടെ ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അതൊക്കെ ആഡ് ചെയ്യാം, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ അതുപോലെ കളർ ഉപയോഗിക്കുന്നില്ല. നൈസായിട്ടുള്ള ലെയർ ചോറിട്ടതിന് ശേഷം അതിൽ നമ്മൾ പുതിന, മല്ലിയില, അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സബോള, പിന്നെ പറയാൻ മറന്നുപോയി, അതായത് നെയ്യ്, ഇതെല്ലാം ചേർക്കുക. മിൽമയുടെ നെയ്യോ ആശീർവാദിൻ്റെയോ ഇഷ്ടമുള്ള നെയ്യ് ചേർക്കുക. നെയ്യ് കുറച്ച് ചേർക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ വേറെ അരി വേവിക്കുമ്പോൾ എണ്ണയോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് നെയ്യ് 2 സ്പൂണ് 2 സ്പൂണ് നെയ്യ് ഒരു ലെയറിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം സബോള ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും ചെമ്മീൻ റോസ്റ്റ് നമ്മൾ വീണ്ടും ലെയർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചോറ്. ചെമ്മീൻ റോസ്റ്റ് നമ്മുടെ 2ാമത്തെ സ്റ്റെപ്പ് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. ഇതിപ്പോൾ ഉണ്ട്, നമ്മൾ കാണുമ്പോൾ ഒരുപാട് മസാല നിൽക്കും, പക്ഷേ നമുക്കത് നമ്മുടെ ആവശ്യത്തിനായിട്ട് എത്തുമ്പോൾ ഒരുപാട് മസാല ഒന്നുമില്ല. ഇത് ശരിക്കും ഒരു 8 പേർക്കൊക്കെ നന്നായി കഴിക്കാം കേട്ടോ. 1 കിലോ അരി ഉണ്ടെങ്കിൽ നമുക്ക് 8 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. അങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് വാങ്ങി കൊടുത്ത് ഇത് മൂടി വെച്ചിട്ട് നമ്മൾ ഒന്ന് ദമ്മ് കൊടുക്കണം. ഒരു പാത്രം, ഒരു മൂടിക അടുപ്പിൻ്റെ മീതെ വെച്ച്, മൂടിയുടെ മീതെ ഈ പാത്രം വെച്ച് ഒരു ദമ്മിട്ട് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല വീഡിയോയിൽ. അന്ന് ആ ഓയിലും അതുപോലെ തന്നെ നെയ്യും കാര്യങ്ങളൊക്കെ ഇറങ്ങി വന്ന് നല്ല ദമ്മ് രൂപത്തിലായിട്ട് നമുക്ക് നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ ബിരിയാണി റെഡിയായി കിട്ടും. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോദിച്ചു കൊടുക്കാം, അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അങ്ങനെ മല്ലിയില, പുതിന അവസാന ലെയർ ഇട്ട് കൊടുക്കുക. സബോള, നമ്മൾ വറുത്ത് വെച്ചുള്ള സബോള ഇട്ട് കൊടുക്കുക. ഇതിൽ പലർക്കും പല രീതിയിൽ ചേർക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ടൂട്ടി ഫ്രൂട്ടി, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. ടേസ്റ്റ് ഉള്ളവർക്ക് അത് ഉപയോഗിക്കുന്ന നല്ലതാണ്. ഇതിൽ വേറെ കളറും കാര്യങ്ങളും ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലേ, അതാണ് ടേസ്റ്റ്. കാരണം അത് മസാല അതിൽ ദമ്മിട്ട് വരുമ്പോൾ മസാല നമ്മൾ ചോറ് കോരിയെടുക്കുമ്പോൾ കൂടി അതിന് കളർ ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് വൈറ്റ് റൈസിലാണ് ഇത് ചെയ്തത്. താങ്ക് യു ഫോർ ദ വാച്ചിങ്.